ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൻ്റെ എക്സർസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് 3 + 2 √ 5 ഈസ് ഇറാഷണൽ. അപ്പോൾ ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഫസ്റ്റ് നമ്മളെങ്ങനെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ 3 + 2 √ 5 എന്നുള്ളത് ഈസ് ഇറാഷണൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കും? 3 + 2 √ 5 ഈസ് റാഷണൽ എന്ന് എടുക്കും അല്ലേ? അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു റാഷണൽ ഫോമിൽ എഴുതും, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാഷണൽ എന്ന് കിട്ടും. അത് എന്ത് ചെയ്യും? കോൺട്രഡിക്സ് ആന്ന് കിട്ടും. എന്നിട്ട് പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് ലെറ്റസ് അസ്യൂം to the contrary that three plus 2 √5 is rational. റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P/Q ഫോമിൽ എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 + 2 √5 ഈസ് ഈക്വൽ ടു A/B. ഇവിടെ എയും ബിയും എന്താണ്? കോപ്രൈം ആണ് അല്ലേ? A and B ആർ കോപ്രൈം and B not equal to 0. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ √5 റൂട്ടിനകത്തുള്ളത് ഒരു സൈഡിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളതിനെല്ലാം ഈക്വലിൻ്റെ നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റുക. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ഉള്ള ഇത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ കിട്ടും. അപ്പൊ നമുക്ക് ഈ 2 √5 ഇവിടെ ഇട്ടുകൊണ്ട് ഈ +3യെ ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടുപോകും. ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോയാൽ +3 എന്താകും? -3 ആവും. അപ്പൊ അതെഴുതാം. 2 √5 ഈസ് ഈക്വൽ ടു A/B -3. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ഡിനോമിനേറ്ററേ ഉള്ളൂ അല്ലേ? 3 എന്ന് വെച്ചാൽ 3/1 എന്നല്ലേ മീനിങ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ? അപ്പൊ A/B -3/1 എങ്ങനെ ചെയ്യും? A × 1 -3 × B. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. എന്ത് കിട്ടും? A -3B / B. അത് നമുക്കിവിടെ എഴുതാം. 2 √5 ഈസ് ഈക്വൽ ടു A -3B / B. ഇനി ഈ √5 ഒരു സൈഡിലാക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ 2 ഈ √5 മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ? അപ്പം ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പൊ √5 ഈസ് ഈക്വൽ ടു A -3B / B / 2. ഓക്കെ, ഇനി എന്ത് ചെയ്യും? A -3B / B. ഈ /2നെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഈ 2ന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2. ഇപ്പൊ സോൾവ് ആയില്ലേ? A -3B / 2B. √5 ഈസ് ഈക്വൽ ടു A -3B / 2B എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ എയും ബിയും 2ഉം 3ഉം എല്ലാം എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? ഇത് രണ്ടും എഴുതിയേക്കുന്നതിന്റെ മീനിങ് എന്താ? ഇത് രണ്ടും തുല്യമാണ്, ഈക്വൽ ആണെന്നാണ്. അപ്പൊ ഇതെല്ലാം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് √5ഉം എന്താണെന്ന് എഴുതാം? അത് റാഷണൽ ആണ്. അപ്പൊ അല്ലേ, ഇവ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇവര് എന്താണ്? റാഷണൽ ആണ്. അപ്പോൾ നമുക്ക് √5ഉം എന്താണ്? റാഷണൽ ആണെന്ന് എഴുതാം. പക്ഷെ അത് ശരിയാണോ? √5 റാഷണൽ ആണോ? അല്ല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. √5 എന്താണ്? ഒരു ഇറാഷണൽ ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ എന്തായി? റോങ് ആയി. നമ്മൾ ആദ്യം എന്താ എടുത്തത്? 3 + 2 √5 ഈസ് റാഷണൽ. അപ്പൊ നമ്മുടെ അസംഷൻ റോങ് ആയപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹെൻസ് 3 + 2 √5 ഈസ് ഇറാഷണൽ. അപ്പോൾ നെക്സ്റ്റ് അത് എഴുതാം. എന്തെഴുതാം?
Here a comma b comma 2 and 3 are integers. So a minus 3b divided by 2b is rational. Then root 5 is also rational. But this contradicts the fact that root 5 is irrational. Therefore, our assumption is wrong. Hence, 3 plus 2 root 5 is irrational. മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യനും ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സർസൈസ് 1.2. പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽസ്. ഫസ്റ്റ് 1 by root 2, സെക്കൻഡ് 7 root 5, തേർഡ് 6 plus root 2. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ ഈസിയാണ് അല്ലേ? നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 by root 2. Let us assume to the contrary that one by root 2 is rational. Rational ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by root 2 equal to a by b, where a and b are coprime and b not equal to 0. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. നമുക്ക് റൂട്ട് 2 ഒരു സൈഡിൽ വരണം അല്ലേ? അപ്പം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? b is equal to root 2 into a അല്ലേ? അന്നേരം എന്ത് ചെയ്യാം? ഈ എയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ റൂട്ട് 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? ബി ബൈ എ. ബി ബൈ എ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്, റാഷണൽ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഈക്വലിന്റെ ഇപ്പുറത്തുള്ള റൂട്ട് 2 എന്താണെന്ന് പറയാം? റാഷണൽ ആണെന്ന് പറയാം. അത് ശരിയാണോ? അല്ല. റൂട്ട് 2 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി ബൈ എ ഈസ് റാഷണൽ. So root 2 is also rational, but this contradicts the fact that root 2 is irrational. Therefore, our assumption is wrong. Hence, 1 by root 2 is irrational. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 7 root 5 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റസ് assume to the contrary that seven root 5 is rational. റാഷണൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? p by q ഫോമിൽ എഴുതാം. 7 root 5 is equal to
A by B, where A and B are co-prime, B not equal to 0. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ √5 ഒരു സൈഡിൽ ഇട്ടത് കൊണ്ട് 7 അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ? അപ്പൊ √5 ഈസ് ഈക്വൽ ടു A by B ഡിവൈഡഡ് ബൈ 7. ഡിവൈഡഡ് ബൈ 7 മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? A by B മൾട്ടിപ്ലൈ റെസിപ്രോക്കൽ ഓഫ് 7, ദാറ്റ് ഈസ് 1/7. എങ്ങനെ എഴുതാം? A by 7B. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും 7ഉം ഇൻഡിജേഴ്സ് ആണ്. അപ്പം എന്തെഴുതാം? A by 7B റാഷണൽ ആണ്, √5ഉം റാഷണൽ ആണ്. ദിസ് ഈസ് നമ്മുടെ എന്താണ് അസംഷൻ തെറ്റാണ്, കാരണം √5 എന്താണ്? ഇറാഷണൽ ആണ്. നമുക്ക് എഴുതാം ഹിയർ A, B and 7 are integers, so A by 7B is rational. Then √5 is also rational. But this contradicts the fact that √5 is irrational. Therefore, our assumption is wrong. Hence, 7√5 is rational. Okay, next question. Next question, 6 plus √2. എങ്ങനെ ചെയ്യാം? Let us assume to the contrary that six plus √2 is rational. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 plus √2 equal to A by B, where A and B are co-prime, B not equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? √2 ഒരു സൈഡിലാക്കിക്കൊണ്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ എന്തെഴുതാം? √2 ഈക്വൽ ടു A by B. ഈ +6 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. A by B -6/1. A into 1 minus B into 6 divided by B into 1. അപ്പം എങ്ങനെ കിട്ടും? A minus 6B divided by B. ഓക്കെ, അപ്പം എയും ബിയും 6ഉം ഇൻഡിജേഴ്സ് ആണ്. അപ്പം A minus 6B by B is rational എന്ന് നമുക്ക് പറയാം അല്ലേ? Here A, B and 6 are integers, so A minus 6B divided B is rational. Then √2 is also rational. But this contradicts the fact that √2 is irrational. Therefore, our assumption is wrong.
Hence 6 plus root 2 is irrational. ഓക്കെ ആണല്ലോ. അത് നമുക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.